എൻ്റെ പൊന്നു പൊട്ട, നീ ഒരു വമ്പൻ തോൽവിയാണ് കേട്ടോ. വേറെ ആരെ പറ്റിയല്ല, നമ്മുടെ ഹരീഷ് പേരടിനെ പറ്റിയാണ് പറയുന്നത്. ഇടക്കിടക്ക് വന്നിട്ട് അടിച്ച സാധനത്തിൻ്റെ എഫക്റ്റ് കൂടുമ്പോൾ അകത്തെ സംഖ്യ പുറത്തോട്ട് ചാടാറുണ്ട്. അത് പാട്ടിൻ്റെ രൂപത്തിലായാലും അത് കവിതയുടെ രൂപത്തിലായാലും ചില പോസ്റ്റുകളുടെ രൂപത്തിലായാലും എപ്പോഴും പുറത്തോട്ട് വരാറുണ്ട്. നമ്മളത് കാണാറുണ്ട്. നമ്മൾ 1-2 വട്ടമൊക്കെ അത് എടുത്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവൻ പുള്ളിയുടെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഏതോ മുതിർന്ന നെക്സ്റ്റ് ലെവലിലെ ഹൈ ലെവലിലോട്ടാണ് സംഗീതം പുറത്തോട്ട് ചാടിപ്പോയത്. സംഗീതം ചാടിയ സമയത്ത് പുറത്തോട്ട് വന്ന വാക്കുകൾ ഇങ്ങനെ ഉണ്ടോ: ഭാരതാംബയുടെ മുഖം സാരിയെടുത്ത ഒരു സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണമുണ്ട് കുഞ്ഞുമക്കളെ, അതിലൊന്നാണിത്. ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാരുടെ മനസ്സുരുക്കമാണ് ഈ രാജ്യം. ഭാരത് മാതാ കി ജയ്. താഴത്തിട്ടത് നമ്മുടെ സുഷമ സ്വരാജ് സാരി എടുത്തൊരു ഫോട്ടോ. അതിൻ്റെ താഴത്ത് ഞാൻ എൻ്റെ ചികിത്സക്കായി വിദേശ രാജ്യങ്ങളിൽ പോയാൽ എൻ്റെ രാജ്യത്തെ ഡോക്ടർമാരും ആശുപത്രികളും എൻ്റെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു സുഷമ സ്വരാജ് പറഞ്ഞത്. നമ്മുടെ പുള്ളിക്ക് പൊതുവേ ഒരു ഭയങ്കര പിണറായി വിരോധിയാണ്, ഭയങ്കര ഒരു സംഖ്യയാണ്. ആ വിരോധം കാരണം പിണറായി ഇപ്പം മറ്റ് രാജ്യത്തോട്ട് അമേരിക്കയിലോട്ട് ചികിത്സക്ക് പോയതാണ് പുള്ളിനെ ചൊടിപ്പിച്ചത്. അതിനാണ് സുഷമ സ്വരാജ് പണ്ട് അങ്ങനെ പോവാതെ നമ്മുടെ രാജ്യത്ത് തന്നെ അവരുടെ ഇത് ചെയ്തു, അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു സാരി എടുത്ത ഫോട്ടോ. അപ്പം ഈ നേതാക്കന്മാർ പുറത്തു പോയി ചികിത്സ എന്ന് പറഞ്ഞത് അത് നമുക്കാർക്കും തടയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നമുക്കിപ്പം പുള്ളി പറയുക കണക്ക് നോക്കുകയാണെങ്കിൽ രാജ്യങ്ങളെല്ലാം തേടി പാഞ്ഞു നടക്കുന്ന ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയാണെന്നറിയാം. ഓൾമോസ്റ്റ് സെഞ്ചുറി അടിക്കാനായിന്ന് കേട്ടു. 94 രാജ്യങ്ങളോ 95 രാജ്യങ്ങളോട്ടോ കവർ ചെയ്തു എന്ന് പറഞ്ഞു. സെഞ്ചുറി അടിച്ച് നമ്മൾ മുന്നോട്ട് ആകെ 190 200 രാജ്യങ്ങളായിട്ടല്ലേ ലോകത്തുള്ളത്. മൊത്തം നമ്മൾ കവർ ചെയ്യും. ഇങ്ങനെയൊക്കെ കവർ ചെയ്ത് വന്നിട്ടും ഇവിടുത്തെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഗോദി മീഡിയയിൽ വരുന്ന പരസ്യമല്ലാണ്ട് നമ്മുടെ രാജ്യം നയതന്ത്രപരമായിട്ട് എത്രത്തോളം അങ്ങ് ഹൈപ്പിലുണ്ട് എന്നുള്ളത് ഒരു യുദ്ധം വന്നപ്പോൾ നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നമ്മുടെ സിന്ദൂറിൻ്റെ സമയത്ത് എത്ര രാജ്യങ്ങൾ നമ്മളെ ട്രെൻഡായിട്ട് നടക്കുന്ന ട്രംപ് പോലും നമ്മളോട് ഇടപെടാനില്ല, നിങ്ങളങ്ങ് തീർത്തോ എന്നാണ് പറഞ്ഞത്. മറ്റേത് രാജ്യങ്ങളാണെങ്കിലും ഇടപെടാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഫോൺ കോളിൽ കൂടെ ഞങ്ങൾ സപ്പോർട്ടിനുണ്ട് എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേൽ മാത്രമായിരുന്നു. മറ്റൊരു രാജ്യങ്ങളും ഈ പറഞ്ഞ നയതന്ത്രം നമ്മുടെ മോദിജിയും നമ്മുടെ ശങ്കർജിയും കൂടെ പോയി നടന്നിട്ടും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ നമ്മൾ സമ്മതിച്ചു വരില്ല. നമ്മൾ വിശ്വഗുരു തന്നെയാണ്. നമ്മൾ വിശ്വഗുരുവായിട്ട് ഇങ്ങനെ കുരു പിടിച്ച് താങ്ങി നടക്കും. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മൾ പറയാൻ വന്നത്. അപ്പം മന്ത്രിമാർ പുറത്തു പോകുന്ന കാര്യം, ചില ട്രീറ്റ്മെൻറ്റ് നമ്മളെ രാജ്യം എത്രത്തോളം ഇതാണ് ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലും നമ്മുടെ ഇതുണ്ട് ആരോഗ്യപരമായിട്ട് നമ്മൾ ഭയങ്കര സെറ്റപ്പൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കിട്ടാത്ത പല ചികിത്സയുണ്ട്. അത് പല പുറത്തുള്ള രാജ്യങ്ങളിൽ തന്നെയാണ് കിട്ടുന്നത്. അത് കിട്ടേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ രാജാക്കന്മാരും നമ്മുടെ മന്ത്രിമാരും ഒക്കെ അങ്ങോട്ട് പോകും. അതെല്ലാ ഏത് പാർട്ടിയിലാണെങ്കിലും നടക്കുന്ന കാര്യം. കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, അതിൽ പറയാൻ പറ്റില്ല. പിന്നെ പോകുന്ന സമയങ്ങളും അതിന് യൂസ് ചെയ്യുന്ന എന്താ പറയുക പൈസൻ്റെയും കാര്യത്തിലാണ് ആൾക്കാർക്ക് ഒരു വിഷമമുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ പിണറായി പോയ സമയം എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ലാത്തൊരു സമയം. ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും കാലം കെട്ടൊരു സമയത്ത് ഏറ്റവും മോശമായിട്ട് ആരോഗ്യവകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തെയാണ് പുള്ളി പുറത്തോട്ട് പോയത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് പുള്ളി ചെയ്തത്. നടക്കട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഭാരതാംബനെ കുത്തിക്കയറ്റിയ പരിപാടി ഉണ്ട്. അതാണ് ഏറ്റവും കോമഡി. അത് നോക്കണം. ഭാരതാംബയുടെ മുഖം സാരിയുടുത്ത ഒരു സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണമുണ്ട് കുഞ്ഞുമക്കളെ. നീ കുഞ്ഞുമോനൊന്നും നിന്നെ വിളിക്കുന്നില്ല. എൻ്റെ പൊട്ട കുഞ്ഞാ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഭാരതാംബ സാരി ഉടുത്തതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ സാരിയല്ല ഇവിടുത്തെ വിഷയം. ഭാരതാംബയുടെ കയ്യിൽ തൂക്കി പിടിച്ചിട്ടുള്ള കൊടിയാണ് ഇവിടുത്തെ വിഷയം. ഈ കൊടിയിൽ കാവിക്കോണം കെട്ടിത്തൂക്കിയതാണ് ഇവിടുത്തെ വിഷയം. അതല്ലാണ്ട് ഇവിടെ ആരും സാരി എടുത്ത ഭാരതാംബനോട് സാരി അയച്ചു വെച്ചിട്ട് എന്താ പറയുക മറ്റേ ചുരിദാർ ഇടണം, അല്ലെങ്കിൽ മിഡി ഇടണം, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ടോപ്പ് വേണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത് കുഞ്ഞുമോൻ മനസ്സിലാക്കണം. അപ്പം കുഞ്ഞുമോനോട് അതാണ് തുടക്കം പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് അമ്മമാരുടെ മനസ്സൊരുക്കമാണ് ഈ രാജ്യം. തീർച്ചയായിട്ടും അമ്മമാരുടെയും അച്ഛന്മാരുടെയും ചേട്ടന്മാരുടെയും അനിയന്മാരുടെയും മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ അവരുടെ കഠിന പ്രയത്നം തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അത് തന്നെയാണ് നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഭാരതം. അതിന് നീ പറയുന്ന സാരി എടുത്ത കയ്യിൽ കാവി കോണകം തൂക്കിയിടുന്ന അല്ലെങ്കിൽ അത് തൂക്കി നടക്കുന്ന RSS എന്ന പാർട്ടിയുടെ
ഒരു തരത്തിലുള്ള നീ പറഞ്ഞ ഒരു അമ്മമാരും ഒരു അച്ഛന്മാരും ഒരു വല്യച്ഛന്മാരും മുത്തച്ഛന്മാരും ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തിട്ടില്ല എന്നും കൂടെ എൻ്റെ കുഞ്ഞുമോൻ ആദ്യം ചിന്തിക്കണം. 1925 22 മുതൽ 25 ഈ RSS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടായ സമയത്ത് അവർ ആദ്യം മുന്നോട്ട് വെച്ച കാര്യം സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. ഗാന്ധിജി നേരിട്ട് വിളിച്ച സമയത്ത് പോലും നമ്മുടെ എഡ്ഗേവാർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആരെങ്കിലും ഞങ്ങളുടെ അണികൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് രാജിവെച്ചിട്ട് നിങ്ങൾ പോയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണേൽ തിരിച്ചു വന്നോ എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങളെ പാർട്ടിയിൽ അല്ലെങ്കിൽ ഞങ്ങളെ സംഘടനയിൽ നിന്നുകൊണ്ട് നിങ്ങളാരും സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കേണ്ട, നമുക്കിവിടെ ഹിന്ദുത്വ വളർത്തുക ആണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ RSS എന്ന സംഘടനക്കും ഇന്ന് രാജ്യം ഭരിക്കുന്ന RSS എന്നുണ്ടായി വന്ന BJP എന്ന സംഘടനക്കും സ്വാതന്ത്ര്യ സമരവുമായിട്ട് തുള്ളിത്തെറിച്ച ബന്ധം പോലുമില്ല. അപ്പോൾ പിന്നെ അവർ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഈ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് പൊന്നുമോനെ സമ്മതിച്ചു കൊടുക്കുക? ഇനി ഭാരതാംബ ഉണ്ടായത് എങ്ങനെയെന്ന് എനിക്കറിയാം. 1818 നൂറ്റാണ്ടിൻ്റെ അവസാനം 1980കളുടെ അവസാനം നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു ആവേശം കിട്ടാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ആരോ അന്ന് പറഞ്ഞതാണ് നമ്മുടെ രാജ്യം നമ്മുടെ അമ്മയാണ്, നമ്മുടെ ഭാരതം നമ്മുടെ അമ്മയാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു ത്രെട്ടിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 1905 രവീന്ദ്രനാഥ് ടാഗോർ അല്ലല്ലോ, മറ്റേ പുള്ളിയുടെ തന്നെ ബ്രദർ ഉണ്ടല്ലോ, ബീരേന്ദ്രനാഥ് ടാഗോർ അല്ലേ, പുള്ളിയാണ് ആദ്യമായിട്ട് ഭാരതാംബയുടെ ഒരു ഫോട്ടോ. അത് തന്നെ അന്ന് ബംഗ്ലാദേശ് നമ്മളൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ, അന്ന് ബംഗാളിയാണ് പുള്ളി. അതുകൊണ്ട് തന്നെ ബംഗ്ലാ മാതാവിൻ്റെ ഒരു ഫോട്ടോ ആണ് ആദ്യമായിട്ട് ഭാരതാംബ എന്നുള്ള രീതിയിൽ പുള്ളി വരച്ചിടുന്നത്. കയ്യിൽ മറ്റേ എന്തൊക്കെയായിരുന്നു അത്, അന്ന് ഈ പറഞ്ഞ പോലെ ശൂലവും കൊടിയും കാവിക്കൊടിയൊന്നുമല്ല, ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ പുല്ലും ഒരു കയ്യിൽ കുറച്ച് താളിയോലകളും അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഫോട്ടോ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഭാരതാംബ കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 2025 ശേഷമാണ് RSS ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടത്. അതിൽ ചില ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്ന കൊടി വെച്ചിട്ടും പിന്നെ അത് കംപ്ലീറ്റ്ലി RSSൻ്റെ ഭാരതാംബ എന്ന ദുർഗാദേവിയും സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ദുർഗാദേവിയും ഇന്ത്യയുടെ തന്നെ പഴയ അഖണ്ഡ ഭാരതം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ എന്താ പറയുക പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും റഷ്യയുടെ ഭാഗവും ബംഗ്ലാദേശും നേപ്പാളും എല്ലാം കൂടെ ചൈനയുടെ ഭാഗം എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് RSSൻ്റെ ഭാരതാംബ. ഈ RSSൻ്റെ ഭാരതാംബത്ത് എന്താ പറയുക, സാരി എടുത്തോ ചുരിദാർ ഇട്ടോ, നിങ്ങൾ ഇനി എന്ത് ഡ്രസ്സ് ഇട്ടാലും കയ്യിൽ ഈ പറഞ്ഞ കൊടിയും വെച്ച് നിൽക്കുമ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ആർക്കും പറ്റി. അവിടെ നീ വന്ന് മുഴുകിയിട്ട് വല്ല കാര്യം ഇട്ടോ. നീ എന്താ വെറും സാരിയുടെ പ്രശ്നം, നീ എന്താ സാരി കച്ചവടം നടത്തുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട് സാരി എടുത്ത പെണ്ണിനാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് തള്ളിവിടാൻ നാണുണ്ടോടോ? താൻ നല്ലൊരു നടനാണ്. അത് വരെ താൻ ഉള്ളിലുള്ള സംഗീതം പുറത്തോട്ട് കാണിക്കുമ്പോൾ തനി ചാണകമാണ്, വെറും തിട്ടം, അതാണ് പുറത്തോട്ട് നീ തള്ളിത്തരുന്നത്. അതെപ്പോഴും നീ കാണിക്കാറുണ്ട്. നിന്റെ തനിക്കോണം നീ എപ്പോഴും കാണിക്കാറുണ്ട്, പാട്ടിൻ്റെ രൂപത്തിലായാലും പോസ്റ്റുകളായിട്ടും. ഇപ്പം ഭാരതാംബയുടെ പേരിലും കൂടെ നീ നിന്റെ തനിക്കോണ പുറത്തോ കിട്ടത്. ഏതായാലും ഇവിടെ സാരി എടുക്കാത്ത ഭാരതാംബി, സാരി എടുത്ത ഭാരതാംബി എല്ലാം ഇവിടുത്തെ പ്രശ്നം. കയ്യിലേന്തിയ കൊടിയാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭാരതാംബ RSS 1925 ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഭാരതാംബയാണ്. സ്വാതന്ത്ര്യമായിട്ട് ഒരു ബന്ധവും ഈ പറഞ്ഞ RSSന് ഈ ഭാരതാംബക്കും ഇല്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പം അതിനനുസരിച്ചിട്ട് വേണ്ടേ തള്ളാൻ. ഒരു മയത്തിലൊക്കെ തള്ളു പേരടി, ഒരു മയത്തിലൊക്കെ തള്ളുന്നത് കയറി പോണ്ടേ വേണ്ടേ? കഷ്ടം വല്ലാത്തൊരു ജന്തു തന്നെ.